നാല് ഭേദം കിട്ടിച്ച മനുഷ്യരാണ്. ആനന്ദം രണ്ട് ഭേദങ്ങൾ മനുഷ്യർക്കുണ്ട്. അത് മനുഷ്യരാണ്. നമസ്കാരം. പറക്കുളം പേജിൻ്റെ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ പറക്കുളം ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുടെ വീഡിയോ ആണ്. ഇവിടെ ഇപ്പോൾ ഈ രീതിയിലാണ് കിടക്കുന്നത്. ഇതിനു മുമ്പ് ഈ പേജിലിട്ട വീഡിയോസും ഫോട്ടോയ്ക്കൊക്കെ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഇവിടെ ഈ ക്ഷേത്രം കാലങ്ങളായിട്ട് തകർന്നു കിടക്കുകയാണ്, പൂജയൊന്നുമില്ലാതെ. ഇപ്പോൾ ഇതുപോലെ വല്ലപ്പോഴും വരുന്ന ദിവസങ്ങളിലൊക്കെ വിളക്ക് കത്തിച്ച് ആളുകൾ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം നമുക്ക് കണ്ടറിയാം. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. പൂർണ്ണമായിട്ടും കരിങ്കല്ല് കുത്തി കീറിയൊക്കെ ചെയ്തിരിക്കുന്ന ക്ഷേത്രമാണ്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കുളം. ഇതിവിടുത്തെ ഒരു ഉപദേവതാ സ്ഥാനമാണ്. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം പൂർണ്ണമായിട്ടും കരിങ്കല്ല, അല്ലാതെ മറ്റ് സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ എത്ര കാലങ്ങൾ മുമ്പ് ജനങ്ങൾ പണിഞ്ഞ് വെച്ചതാണെന്ന് നോക്കണം. ഇതെല്ലാം പൂർണ്ണമായിട്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഭക്തജനങ്ങൾ ഏറ്റെടുത്ത് പുനർസൃഷ്ടിച്ചില്ലെങ്കിൽ ഇതുപോലെ മണ്ണിനടിയിലേക്ക് പോകും. ചുറ്റും കാടാണ്, ജനങ്ങളൊന്നുമില്ല. കലഞ്ഞൂർ പഞ്ചായത്തിലെ, പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കലഞ്ഞൂർ പഞ്ചായത്തിൽ നിന്ന് പിന്നെ കോന്നി വഴി വരാം. കോന്നി കല്ലേലി റോഡ് വഴി അച്ചൻകോവിലേക്ക് വരുന്ന വഴി ഇതിലേക്കൂടെ വരാം. ഇവിടുത്തെ ഒരു ഇതാണ്. ഇവിടെയും വിളക്കൊക്കെ കത്തിക്കുന്നതാണ്. ഇതിൻ്റെ താഴെ ക്ഷേത്രത്തിൻ്റെ കുളം. ഈ കുളം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഈ കുളത്തിൽ അടിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കിപ്പോൾ അങ്ങനെ ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ഇവിടാണ്. സൈഡെല്ലാം കല്ല് കീറി തന്നെ കെട്ടിയിരുന്നതാണ്. ഇപ്പം അതെല്ലാം ഇളകി മരങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി കാലം കൊണ്ട് ജനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം തകർന്ന് കിടക്കുക. വലിയ വനം പോലെ കിടക്കുക കുളം. അതിനകത്ത് ഇപ്പോഴും കുടിക്കാനുള്ള വെള്ളമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മൃഗങ്ങൾ മുഴുവൻ, ആന ഇറങ്ങിയ പാടാണ് മൊത്തം. ഇതെല്ലാം കരിങ്കല്ലാണ്. ഇതാണ് കുളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. ഇതാണ് കുളം. കണ്ടോ, കൽപ്പടവുകൾ. ഇതെല്ലാം പഴയ കാലത്തെ സൃഷ്ടികളാണ്. പഴയ കാലത്തെ ഈ കുളത്തിൽ നിന്ന് കുളിച്ചിട്ട് നേരെ നമ്മൾ ശ്രീകോവിലോട്ട് ചെല്ലുന്ന രീതിയിലാണ് ക്ഷേത്രം, ശ്രീകോവിൽ നിൽക്കുന്നത്. ഈ കൽപ്പടവ് നമ്മൾ കയറി നേരെ ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്കാണ്. ആ രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. നമുക്ക് അപ്പോൾ ഓരോ ഭക്തജനങ്ങളും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ക്ഷേത്രം ഒന്ന് ഉയർന്നു വരുന്നത് വരെ പരമാവധി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫേസ്ബുക്ക് പേജ്, പറക്കുളം ക്ഷേത്ര പേജ്, അതുപോലെ തന്നെ പറക്കുളം ക്ഷേത്ര ലൈവ് എന്ന് പറയുന്ന യൂട്യൂബ്. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, പുതിയ വാർത്തകൾ കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. കൊടുംവനത്തിലാണ്. ജനങ്ങൾ ആരും തന്നെ ഇല്ലാത്ത വനമാണ്, ഉൾവനമാണ്. ജനവാസം തീരെ ഇല്ലാത്ത ഒരു വനമാണ്. അതുകൊണ്ട് തന്നെയാണ് അപൂർവമായി മാത്രം ആളുകൾ വരുന്നത്. വന്യമൃഗങ്ങളുണ്ട്, ആന, പുലി, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നമ്മൾ വന്നപ്പോൾ തന്നെ ആനയൊക്കെ ഒരുപാട് തവണ കണ്ടു. പത്തനംതിട്ട ജില്ലയിലെ അതിർത്തി പ്രദേശമാണ്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ്. കലഞ്ഞൂർ പഞ്ചായത്തിൽ നിന്ന് ഒരു 12 കിലോമീറ്ററോളം ഉൾപ്രദേശത്തുള്ള ഗ്രാമത്തിൽ വന്നിട്ട് അവിടുന്ന് വനത്തിൽ കൂടെ തന്നെ 8 കിലോമീറ്റർ സഞ്ചരിക്കണം, എന്നാലും ഇവിടെ എത്തുന്നത്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. പരമാവധി എല്ലാവരിലേക്കും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വാർത്ത എത്തിക്കുക.